അയ്യ വണക്കം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിലും ഭേദ ഉത്സവ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഇന്നലെയല്ല മെനങ്ങാന്നല്ല കുറേ നാൾ മുമ്പേ തന്നെ മാധ്യമങ്ങളെല്ലാം കൂടെ ചാകര വരുന്നേ മുതലാളി ജങ്ക ജഗജഗ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആഘോഷം തുടങ്ങിയതാണ്. യുവമാരുടെ ഈ ചർച്ചകളൊക്കെ കേട്ടതൊന്നും മാധ്യമ മേഖലകളിലുള്ള എല്ലാം ഹരിചന്ദ്രന്മാരാണ്. അതിലോട്ട് ഞാൻ വരാം. ആദ്യം ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കാട്ടിലും ഭേദ ഉത്സവ കമ്മിറ്റി റിപ്പോർട്ടാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരു കാര്യം തറപ്പിച്ച് പറയാൻ പറ്റും. അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ, അതായത് AMMA എന്ന് പറഞ്ഞ സംഘടനയുടെ പേര് മാറ്റി MA എന്നാക്കണം, അതായത് മാമ എന്നാക്കണം. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഇത് സെൻസർ ചെയ്താണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. സർക്കാർ ഇതിനകത്ത് മൊത്തം പ്രമുഖന്മാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. പ്രമുഖന്മാരും പ്രമുഖകളും. ഒരു പ്രമുഖൻ വേറൊരു പ്രമുഖയെ കയറി പിടിച്ചു, ഒരു പ്രമുഖൻ വേറൊരു പ്രമുഖയെ അശ്ലീലം പറഞ്ഞു, ഒരു പ്രമുഖൻ വേറൊരു പ്രമുഖയ്ക്ക് തൻ്റെ പ്രൈവറ്റ് പാർട്ടിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ, അതായത് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള പ്രമുഖന്മാരുടെ കളിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ 233 പേരുള്ള റിപ്പോർട്ട് ഒരു 2 പേപ്പറും ഒരു പേനയും തന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മൊത്തത്തിൽ എഴുതി തന്നേനെ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെക്കാട്ടിലും നല്ലത് ഉത്സവ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന്. അതിനകത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിനെക്കാട്ടിലും ശക്തവും കൃത്യവും വ്യക്തവുമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ മുറുക്കി തുപ്പരുത് എന്നൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലം ആരാണ്, എന്താണ്, ക്യാമറ വെച്ചിട്ടുണ്ട്, അടി കിട്ടും എന്ന് കൃത്യമായിട്ട് പറയും. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെല്ലാം പ്രമുഖന്മാരാണ്. ഒരു പ്രമുഖൻ ഇന്ന പ്രമുഖയെ ആക്രമിച്ചു. ആരാണ് ആ പ്രമുഖൻ? ഏതാണ് ആ പ്രമുഖൻ? നിങ്ങൾ പറയുന്ന ഈ കാര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് നേരെ നടന്ന അതിക്രമമാണ്. ഒരു സ്ത്രീക്ക് നേരെ നടന്ന അതിക്രമത്തിൽ അതൊരു പ്രമുഖനാണ് എന്ന് പറയുമ്പോൾ ഇനി ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം കാണിക്കാനായിട്ട് വെമ്പി നിൽക്കുന്ന വേറെ പല പ്രമുഖന്മാരും കാണുമല്ലോ. ആ പ്രമുഖന്മാർ വിചാരിക്കും, ഈ പ്രമുഖൻ ഇത് ചെയ്തിട്ടേ യവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ പേരും പുറത്തു വന്നിട്ടില്ല, അപ്പോൾ പിന്നെ നമുക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം പേരൊന്നും വരില്ലല്ലോ, പ്രമുഖന്മാരാണല്ലോ എല്ലാം. സത്യം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്തിനാണ് എന്ന് പോലും ആലോചിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ ഈ ഇരകളായിട്ടുള്ള, അതായത് ഈ പറയുന്ന സ്ത്രീകളൊക്കെ ഇരകളാണല്ലോ, അതിജീവിതകളാണല്ലോ, ഇരകളായിട്ടുള്ള സ്ത്രീകളോട് പറഞ്ഞത്രേ, നിങ്ങൾ ധൈര്യമായിട്ട് മൊഴി തന്നോ, ഈ മൊഴി പുറത്ത് പോവില്ല, ഈ മൊഴി പുറത്ത് പോവില്ല, നിങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്ത് പോവില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ അഷ്യൂർ ചെയ്യാം, നിങ്ങൾ പറയുന്ന ആ വേട്ടക്കാരനുണ്ടല്ലോ അയാളുടെ പേര് പുറത്ത് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും കോടതിയിൽ ഓടി ചെന്നിട്ട് ഇത് പുറത്ത് പോകില്ലെന്ന് പറഞ്ഞല്ലേ ഞാൻ മൊഴി തന്നത്, ഇത് പുറത്ത് പോയാൽ പിന്നെ നമ്മുടെ ഗതി എന്താവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊഴി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സംഭവത്തിൽ ഒരു സ്ത്രീ സധൈര്യം വന്നൊരു കാര്യം പറയുകയാണ്, എന്നെ ഒരാൾ ഇന്ന രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, ശ്രമിച്ചു പക്ഷേ ഇത് പുറത്ത് പറയണ്ട കേട്ടോ എന്ന് പറയുന്നത് ഏത് കോത്താഴത്തെ നിലപാടാണ് എന്ന് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരുടെ സകല പേരുകളും സർക്കാരിന് അറിയാം. കാരണം ഈ സർക്കാർ ഈ റിപ്പോർട്ട് കണ്ടതാണ്. പോരാത്തതിന് 4 വർഷം പൂഴ്ത്തി വെച്ചതുമാണ്. നമ്മളെ ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതുപോലെയല്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിൽ പൂഴ്ത്തി വെച്ച് ഗാഡ്ഗിലിനെ ഇവിടെ നിന്ന് അടിച്ചു ഓട്ടിച്ച് ആ സൈറ്റും ബാൻ ചെയ്ത് കളഞ്ഞു. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെയല്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ 4 വർഷം പൂഴ്ത്തി വെച്ചു. 4 വർഷത്തിന് ശേഷമാണ് അത് വെളിച്ചം വീശുന്നത്. അങ്ങനെ വെളിച്ചം വീശിയപ്പം ആ വീശിയ കൂട്ടത്തിൽ സർക്കാരിന് കുറച്ച് ഗുണമുള്ള കുറച്ച് ആൾക്കാരോട് അതിനകത്തുണ്ട് എന്ന റിപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് പേരൊന്നും പുറത്തു വിടാൻ പറ്റില്ല. വല്ല ഷൈൻ ടോൺ ചാക്കോയോ അല്ലെങ്കിൽ ഷെയ്ൻ നിഗോ ഒക്കെ ആയിരുന്നെങ്കിൽ എപ്പോൾ പേര് പുറത്തു വിട്ടെന്ന് ചോദിച്ചാൽ മതി. വല്ല ശ്രീനാഥ് ബാസിയോ ഷെയ്ൻ നിഗമോ ഷൈൻ ടോൺ ചാക്കോ, അല്ല നിങ്ങൾ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയുള്ള നടന്മാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നതെങ്കിൽ സർക്കാർ എപ്പോൾ പേര് പുറത്തു വിട്ടേനെ. പക്ഷേ ഇത് പേര് പുറത്തു വിടാൻ പറ്റില്ല. നോ, ഇരയുടെയും വേട്ടക്കാരൻ്റെയും സ്വകാര്യതയെ അത് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അവിടെ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ഈ റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. ഇതൊരു എൻക്വയറി റിപ്പോർട്ടല്ല. അതായത് ഒരു കമ്മീഷൻ സ്ത്രീകളുടെ തൊഴിലിടത്തെ അവരുടെ കൃത്യമായിട്ടുള്ള പീഡനങ്ങളെയും മാനസികമായിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികളെയും പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നു. ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തിറക്കിയ ശേഷം ഈ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ വയ്ക്കുന്നു. ഈ റിപ്പോർട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് എന്ന് ഞാൻ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതൊരു എൻക്വയറി റിപ്പോർട്ടോ അല്ല. എൻക്വയറി റിപ്പോർട്ടോ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടോ ആയിരുന്നുവെങ്കിൽ ആ പ്രമുഖൻ ആരാണ്, അയാൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ആരോപിച്ച യുവതിക്ക്, അതായത് ആ യുവാവിനെതിരെ ആരോപിക്കാൻ അപ്പുറത്തൊരു യുവതി വേണമല്ലോ, ഇവൻ എന്നെ കയറി പിടിച്ചു എന്ന്, അങ്ങനെ ആരോപിച്ച യുവതിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ ഞങ്ങൾ പരിശോധിച്ചു, ആ തെളിവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അപ്പോൾ ഇയാൾ കൾപ്രിറ്റാണ്, ഇയാളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്?
കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലോ എൻക്വയറി റിപ്പോർട്ടിലോ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രമുഖന്റെ പേര് പുറത്തുവിടാം. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പല പ്രമുഖന്മാരും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ പ്രമുഖന്മാരുടെ പേര് പുറത്തു വിട്ട് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയറേ തൊലഞ്ഞു പോകും എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പേര് പുറത്തു വിടാത്തതെന്നും പറയുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്, ശരി, അത് സമ്മതിച്ചു. അതായത് പ്രമുഖന്റെ പേര് പുറത്തു വിടേണ്ട. കാരണം ഒരാളുടെ പേര്, ഒരു നടന്റെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ നടന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം, ആ കുറ്റം ആ നടൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ നടന് മാത്രമേ അറിയാവുള്ളൂ. അല്ലെങ്കിൽ ആ നടി പറയുന്നത് കള്ളമാണോ എന്ന് ആ നടിക്ക് മാത്രമേ അറിയാവുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമല്ലോ. ഒരു അന്വേഷണം ഇല്ലാതെ ഒരു നടി വിളിച്ച് പറയണത് എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലല്ലോ നമ്മുടെ നിയമ സംവിധാനവും നിയമവ്യവസ്ഥയും അനുശാസിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഉദാഹരണം, നമ്മുടെ വിജയ് ബാബുവിൻ്റെ കേസ്. വിജയ് ബാബു ഒരു കാസ്റ്റിംഗ് കൗച്ചിൽ ഉൾപ്പെട്ടു എന്ന ആരോപണം വന്നിരുന്നു. ആരോപണമല്ല, സത്യമാണ്. ഒരു നടി വന്നിരുന്നു. വിജയ് ബാബു എന്ത് ചെയ്തു, ആ നടി ആ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ, ഇയാളെന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ വിജയ് ബാബു ചെയ്തത് നേരെ വിദേശത്തോട്ട് കടന്നു കളഞ്ഞു. വിദേശത്തോട്ട് കടന്നു കളഞ്ഞിട്ട് വിജയ് ബാബു അവിടെ ഇരുന്ന് ജാമ്യത്തിന് ശ്രമിച്ചു. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു, മക്കളെ അവിടെ ഇരുന്നാലും ജാമ്യം കിട്ടില്ല, നീ ഇങ്ങോട്ട് വാടേ എന്ന് പറഞ്ഞു. വിജയ് ബാബു വരണേ എന്ന് പറഞ്ഞ് ഇങ്ങ് വന്നിട്ട് വിജയ് ബാബു എന്ത് ചെയ്തു, ആ നടി കോടതിയെ കുറച്ച് തെളിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നടി ഏൽപ്പിക്കാത്ത കുറച്ച് തെളിവുകൾ, അതായത് ഞങ്ങൾ ഏർപ്പെട്ടത് കൺസെൻച്വൽ സെക്സിലാണ്, അതായത് ഈ നടി കൂടെ സമ്മതിച്ചിട്ടാണ് ഞാൻ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടത് എന്ന് വിജയ് ബാബു പറയുന്നു. എന്നിട്ട് അവരുടെ, അതായത് അവർ കുറച്ച് കാര്യങ്ങൾ മറച്ചാണ് കോടതിയെ കാണിച്ചത്. അവർ കാണിക്കാത്ത 400-ലേറെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ വിജയ് ബാബു കോടതിയെ കാണിക്കുന്നു. അങ്ങനെ വിജയ് ബാബു അത് കോടതിയെ കാണിച്ചപ്പോൾ പുല്ലുപോലെ വിജയ് ബാബുവിന് കോടതി ബെയിൽ കൊടുത്തു. ഇത് സത്യമാണ്. കാരണം ഈ നടിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടത്തിയത്. ഇത് നടന്നു കഴിഞ്ഞ ശേഷം നടി പറയുകയാണ് അയ്യോ എന്നെ കയറി പിടിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വിജയ് ബാബു പുല്ലുപോലെ പുറത്തിറങ്ങി വന്നു. അയാളിപ്പോൾ സമൂഹത്തിൽ നല്ല രീതിയിൽ വിരാജിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആ വിജയ് ബാബുവിൻ്റെ കേസാണ് ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് ശുചിമുറിയില്ല എന്ന് പറയുന്നു. സ്ത്രീകൾക്ക് ശുചിമുറിയില്ല എന്ന് പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട നടി അല്ല ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അതിനകത്ത് ആരോപിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ശുചിമുറി കൊടുക്കാത്ത സ്ത്രീകൾ അവിടെ ഉണ്ട് എന്നാണ്. അതായത് സ്ത്രീകൾക്ക് നേരെ സ്ത്രീകൾ തെറി പറയുന്നു റിപ്പോർട്ടിനകത്ത്. സ്ത്രീകൾക്ക് ശുചിമുറി കൊടുക്കാത്ത സ്ത്രീകളുണ്ടെന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ ഒരു സ്ത്രീക്ക് മൂത്രമൊഴിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ മൂത്രമൊഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ സ്ത്രീ നേരെ ശുചിമുറി ഇല്ലാത്തത് കൊണ്ട് നായിക നടിയുടെ ക്യാരവാനിലേക്ക് പോകുന്നു. നായിക നടിയുടെ ക്യാരവാനിലേക്ക് ആ സ്ത്രീ പോകുമ്പോൾ ആ ക്യാരവാൻ ഓപ്പൺ ആക്കി കൊടുക്കാൻ ആ സ്ത്രീ ആയിട്ടുള്ള നായിക നടി തയ്യാറാകുന്നില്ല. ക്ലാസിഫിക്കേഷൻ, അതായത് സ്ത്രീകൾക്കിടയിലുള്ള ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ഒരു നായിക നടിക്കെതിരെ ഇതിനകത്തൊരു ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം ഇതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നടിമാരാകാൻ വരുന്ന സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ, അങ്ങനെ തന്നെ പറയണം വാക്ക്, അവരുടെ അമ്മമാർ കൂട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ മോൾ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാണ്, എൻ്റെ മോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായത് കൊണ്ട് തന്നെ അവർക്ക് ചാൻസ് ഒക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ അമ്മമാർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി അവിടെ വയ്ക്കുന്നു. അതായത് മറ്റുള്ള നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും കാഴ്ചവെക്കുന്നു. ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഏറ്റവും കൂടുതൽ ചർച്ചിക്കേണ്ട സംഭവം ഇതാണ്. അല്ലാതെ മറ്റേ ആ ആരോപണം ഇവിടെ ഉന്നയിച്ചു, ഇവിടെ സൈബർ അറ്റാക്ക് നടന്നു, അതൊന്നുമല്ല. നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളുടെ അമ്മമാർ, ആ അമ്മമാർ സ്വന്തം മകളെ കൊണ്ട് കാഴ്ചവെക്കുകയാണ്. എന്ത് അധപ്പതിച്ച സമൂഹമാണെന്ന് ആലോചിച്ച് നോക്കണം. എന്ത് അധപ്പതിച്ച സമൂഹം. അതിന് പകരം ചാനലിൽ കയറിയിരുന്ന് തെമ്മാടി നടന്മാർ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ പോയിന്റ് ഇതാണ്. അതായത് സ്വന്തം അമ്മ പ്രസവിച്ചൊരു കുഞ്ഞിനെ ആ അമ്മ എന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുപോവുകയെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാരാണ് എന്ന് നമുക്കറിയണ്ടേ. അത് ആ അമ്മ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ കയറിയ ശേഷം അവർ വന്ന് പറയുകയാണ് ഞാൻ പീഡനത്തിനിരയായി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനോട് സംബന്ധിച്ച് പറയേണ്ട കാര്യമാണ്. ഈ ഇൻഡസ്ട്രി ഒരു മെയിൽ ഡോമിനന്റ് ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണ്, 15 പേരടങ്ങുന്ന എന്നൊക്കെ പറഞ്ഞ് മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും വളരെ വലിയ രീതിയിൽ ആക്രോശിക്കുന്നത് ഇന്നലെ ഞാൻ കണ്ടതാണ്. ആ ചർച്ചയിലൊക്കെ നമ്മൾ കാണണം, മറ്റേ ആവേശം കാണണം. കാരണം ഈ ആവേശം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ടു ബി സ്ട്രൈറ്റ്, ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം, അതായത് ഈ സിനിമാ നടന്മാരുടെ അണിയറ കഥകൾ കേൾക്കാൻ മലയാളികൾക്ക് വളരെ ഇഷ്ടമാണ്. ദിലീപിൻ്റെ കേസ് വന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റേറ്റിംഗിൽ ഏഷ്യാനെറ്റ്
ചാനലിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ എത്തിയത് ബാർക്ക് റേറ്റിംഗിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതായത് ന്യൂസ് ചാനലിൽ, അല്ലാതെ ന്യൂസ് ചാനലിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, കൃത്യമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് വിനു വി ജോൺ, ഹാഷ്മി താജ് ഇബ്രാഹിം, ന്യൂസ് 18 അപർണ എന്നിവർ തൊണ്ട പൊട്ടുമാർ അലറുമാണ്. എന്താണ് ഇത് നടക്കുന്നത്? മലയാള സിനിമ അതപ്പതിച്ചു, ചക്ക മാങ്ങ തേങ്ങ എന്നുള്ളത്. ഈ 24 നിന്ന് ഹാഷ്മി ഇങ്ങനെ ഘോരം വാദിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം അപ്പുറത്തിരിക്കുന്ന പാനലിസ്റ്റ് ചോദിച്ചാൽ ഹാഷ്മി തകർന്നടിഞ്ഞു പോകും, അല്ലെങ്കിൽ ഹാഷ്മിയുടെ മുട്ടി തീ പിടിക്കും. എന്താണെന്ന് അറിയാമോ ചോദ്യം? അതായത് മാതൃഭൂമി എന്ന് പറയുന്ന ചാനലിൽ ഒരു സ്ത്രീക്ക് നേരെ അശ്ലീലം പറഞ്ഞ് അശ്ലീല ദൃശ്യം അയച്ചു കൊടുത്ത്, എന്താണെന്നൊന്നും ഞാൻ പറയില്ല, അശ്ലീല ദൃശ്യം അയച്ചു കൊടുത്ത് അവിടെ നിന്ന് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഇടിയും മേടിച്ച് മാനേജ്മെൻറ്റ് ചർച്ച നടത്തി പുറത്താക്കിയ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ പീഡനം നടത്തി അവനെ 24 ന്യൂസ് എടുത്തില്ലേ? അവന് തൊഴിൽ കൊടുത്തില്ലേ നിങ്ങൾ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തത്? അപ്പം നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ മൂട്ടി തീ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ഇനി വിനു വി ജോണിൻ്റെ കാര്യത്തിലേക്ക് വരാം. വിനുവിനോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, സിന്ധു സൂര്യകുമാർ, അവർക്കതൊരു പോക്സോ കേസില്ലേ? അതായത് ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്ത് വിഷ്വൽ എടുത്തു, എന്നിട്ട് ആ വിഷ്വൽ സമൂഹത്തിൽ ഇപ്പോൾ നടന്ന കാര്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഒരു പോക്സോ കേസില്ലേ? അത് പറഞ്ഞാൽ വിനു വി ജോണിൻ്റെ മുട്ടി തീ പിടിക്കുമോ? അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളത് വ്യാജമാണ്, ഞങ്ങൾ അങ്ങനെ. അതേ അവകാശം നടന്മാർക്കും ഇല്ലേടേ. അതല്ലേ ഞാൻ ചോദിച്ചത്. ഇനി ന്യൂസ് 18 അപർണ കുറുപ്പ് എന്ന് പറഞ്ഞ വാക്കിനൊരു വിലയില്ലാത്ത സ്ത്രീയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം BJP ജയിച്ചാൽ ഞാൻ കാവി ഉടുത്ത് രുദ്രാക്ഷം അണിഞ്ഞ് വാർത്ത വായിക്കുമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ ഞാൻ കണ്ടില്ല കാവി ഉടുക്കുന്ന രുദ്രാക്ഷമാണ്. പിന്നെ അതൊക്കെ പോട്ടെ, നമുക്കത് വിടാം. അവരെ കൂടുതൽ നമ്മളവർ മാനസികമായിട്ട് വിഷമിപ്പിക്കേണ്ട. കാരണം ബെറ്റ് അടിച്ച് വന്നതാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ബെറ്റ് അടിച്ചുകൊണ്ട് വന്നതാണ്, അല്ലാതെ ചുമ്മാ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിൽ പറഞ്ഞു പോയെന്നുള്ള, വളരെ ഇൻറ്റൻഷ്യലി പറഞ്ഞതാണ്. ഈ അപർണ കുറുപ്പ് ന്യൂസ് 18 നിന്നും ഘോരം വാദിക്കുന്നത് കണ്ടു. എന്താണ് ഈ സംഭവിക്കുന്നത്? റേറ്റിങ്ങിന് വേണ്ടിയുള്ള തൊള്ള തുറക്കലാണെന്ന് നമുക്ക് കേട്ടാൽ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാവും. അവർ പറയുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. ഈ ന്യൂസ് 18 എത്ര മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കുട്ടി ന്യൂസ് 18 ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? അതും ദളിതയായിട്ടുള്ളൊരു കുട്ടി. ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളൊക്കെ വേട്ടക്കാരന്മാരുടെ കൂടെയായിരുന്നു. ആരായിരുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അപ്പുറത്ത് നിന്നത്? ന്യൂസ് 18 പല പ്രമുഖരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ. പേര് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ലല്ലു എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ സനീഷ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊടി കിട്ടിയ കമ്മികളാണ്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസ് എവിടെയായി എന്ന് ആർക്കും അറിയില്ല. ആ ഇരയായിട്ടുള്ള പെൺകുട്ടി അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. ആ പെൺകുട്ടി അവിടെ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച ആ പെൺകുട്ടി പുറത്തു പോകുന്ന ആ പെൺകുട്ടിയുടെ കൂടെ ആരുമില്ല. ആ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഒരു കൂട്ടരാജ്യം ഉണ്ടാകുന്നു. കൂട്ടത്തിൽ അപർണ കുറുപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടില്ലായിരുന്നു? അത് ഞാൻ പറയില്ല. അന്തമാതിരി പെച്ചല്ല, ഇങ്ങ വേണ്ട. നിങ്ങളുടെ ന്യൂസ് 18 കൊണാണ്ടറായിട്ടുള്ള കിരൺ ബാബുവിനെതിരെ പെണ്ണ് കേസില്ലേ? കിരൺ ബാബു ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് ഇപ്പോഴും നടക്കുന്നില്ല. ആ കേസ് എന്തുകൊണ്ട് സർക്കാർ മൂവ് ചെയ്യുന്നില്ല? സർക്കാരിൻ്റെ സ്വന്തം ആളായതുകൊണ്ടാണ് കിരൺ ബാബു. അതുകൊണ്ട് മൂവ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പേ ആദ്യമേ പുറത്തുവിടുന്നത് മാധ്യമ കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തുവിടേണ്ടത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ തൊഴിൽ പീഡനമല്ല നടത്തിയത്, ഞങ്ങൾ തികച്ചും അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ തൊഴിൽ പീഡനമായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെയും അങ്ങനെ ആയിക്കൂടെ? അതായത് തികച്ചും കലാപരമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് ഒരു യുവതി വരുന്നു. ആ യുവതിയെ ഞാനൊരു ഡയറക്ടറാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ സിനിമയിൽ ഒരു സൂട്ട് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുവതിയെ ഞാൻ പറഞ്ഞേക്കുന്നു. ഈ യുവതി പുറത്തു പോയിട്ട് അയ്യോ അവിടെ തൊഴിൽ പീഡനമാണേ, എന്നെ കാസ്റ്റിംഗ് കൗച്ചിന് നിർബന്ധിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്തായി? ഞാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭാവി എന്തായി? അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ കിടന്ന് കൂടുതൽ തുള്ളരുത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വൃത്തികേട് നടക്കുന്നത് നിങ്ങൾക്കിടയിലാണ് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതിൻ്റെ കുറച്ച് സാമ്പിൾ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ KUWJയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. പാദരാത്രി കതക് ചവിട്ടി തുറന്ന് ഒരു സ്ത്രീയെ കയറിപ്പിടിച്ച വലിയ വലിയ ഗുണണ്ടർമാരൊക്കെ ഇരിക്കുന്നതാണ്. അതിനകത്ത് കിടന്ന സ്ത്രീകളെ എടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അന്തോ കുന്തോ ഇല്ലാത്തൊരു റിപ്പോർട്ട് നോക്കി പറയുകയാണ് അയ്യോ തൊഴിലിടത്തിലെ പീഡനമെന്ന്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കട്ടെ, അതായത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഈ നടിമാർക്കുള്ള റിപ്പോർട്ടാണ് ഈ നടിമാർ സ്ത്രീകളാണ്, വേറെ സ്ത്രീകളില്ലേ ഈ സമൂഹത്തിൽ? ഇവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഒരേ നിപ്പ് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കും? അന്തസ്സായിട്ട് ജീവിക്കാൻ വരുന്ന സ്ത്രീകളാണ് അവരെല്ലാം. മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ വരുന്ന സ്ത്രീകളാണ് അവരെല്ലാം.
അവർക്ക് അനുകൂലമായി ഇത്തരത്തിലൊരു റിപ്പോർട്ട് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാക്കുന്നില്ല? സമൂഹത്തിലെ സ്ത്രീകൾ അവർക്ക് ഇരിക്കാനായിട്ടൊരു കസേരയില്ല, അറിയാമോ? ഇരിക്കാൻ കസേര കൊടുക്കാൻ തയ്യാറല്ല. സർക്കാർ വലിയ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സർക്കാർ അങ്ങനെ നടപടി എടുത്താലും ഇവിടെയുള്ള മുതലാളിമാർ കസേര കൊടുക്കാറില്ല. ആരെങ്കിലും റെയ്ഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ വരുമ്പം 2 കസേര എടുത്തിട്ട് കൊടുക്കും, ഇരിക്കാൻ പറയും. അവർ പോയി കഴിയുമ്പോൾ കസേര എടുത്ത് മാറ്റി നിന്ന് പണിയെടുത്തോ എന്ന് പറയും. എന്താണ് നിങ്ങളുടെ നിലപാട്? ഇവിടെ കല്ല് ചുമക്കുന്ന സ്ത്രീകളുണ്ട്. അതായത് കല്ല് ചുമക്കുന്ന, സ്വന്തം കുട്ടിയെ മുതുകത്ത് കെട്ടിവെച്ചുകൊണ്ട് തലയിൽ കോൺക്രീറ്റ് ചട്ടിയും കൊണ്ട് നടന്നു പോകുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് യൂറിനേറ്റ് ചെയ്യാൻ, അവർക്ക് ആ തൊഴിലിടത്തിൽ യൂറിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംവിധാനമുണ്ടോ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കില്ല. കാരണം വലിയ വലിയ ബിൽഡിംഗ് മുതലാളിമാരുടെ അടുത്ത് പണിയെടുക്കുന്ന സ്ത്രീകളാണ്. അവരെങ്ങനെയെങ്കിലും പണിയെടുത്ത് പോട്ടെ. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാമർ ഫീൽഡാണ്, ഗ്ലാമർ ഫീൽഡ്. എന്നിട്ട് ഇവർ പറയുന്നു, അതായത് വരുന്നു എന്നിട്ട് വഴങ്ങിക്കൊടുക്കണം എന്ന് സംവിധായകന്മാർ അപ്പം തന്നെ അവൻ്റെ കാരണം കുട്ടി അടിച്ച് പൊട്ടിച്ച് പെട്ടി അടിച്ച് പിടിച്ച് ഇറങ്ങിപ്പോണ്ടേ. അമ്മമാരടക്കം, അതെ റിപ്പോർട്ടിൽ പറയുന്നത് അമ്മമാർ വഴങ്ങിക്കൊടുക്കാനായിട്ട് റെഡിയാണ്. മക്കളോട് പറയുന്നു നിങ്ങൾ വഴങ്ങിക്കൊടുക്കുന്നതിൽ അമ്മമാർക്ക് പ്രശ്നമില്ല. ഞെട്ടിപ്പോയി ഞാനിത് കേട്ടു. അങ്ങനെ ഒരു സംഭവം വരുന്നു. അതിനുശേഷം അവർ പറയാണ് ചൂഷണമാണെന്ന്. സത്യം പറഞ്ഞാൽ ചൂഷണം ഒരു അവസരമായിട്ട് കാണരുത്. ചൂഷണം ഒരിക്കലും അവസരമല്ല. ചൂഷണം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ചൂഷണം തന്നെയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് സ്ത്രീകൾ മാറാനുള്ള ഇത് കാണിക്കുക. അങ്ങനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തില്ല? ഞങ്ങൾക്കൊരു സംഘടനയല്ല, ഞങ്ങൾക്ക് പോലീസിൽ പോകാൻ ഭയമാണ്. ഓക്കെ, WCC എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? WCC, വുമൺ ഇൻ സിനിമ കളക്റ്റീവ്. അതെവിടെ ഇപ്പോൾ WCC എവിടെ? മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചൂഷണം നടക്കുകയാണ്. അതായത് നിങ്ങളൊരു ഡയറക്ടറെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി, ഞാൻ നിങ്ങളടുത്ത് വഴങ്ങിത്തരാൻ പറഞ്ഞു. നിങ്ങൾ വഴങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നേരെ WCCയുടെ അടുത്തേക്ക് പോയി. WCC അടുത്തേക്ക് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അട്രോസിറ്റി നേരിടേണ്ടി വന്നു നിങ്ങൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ WCCയുടെ അടുത്തേക്ക് നിങ്ങൾ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ WCC ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത് കേസാക്കണം. അങ്ങനെ കേസാക്കുമ്പോൾ വെറുതെ കേസാക്കിയാൽ പോരാ, ഡിജിറ്റലായിട്ട് എന്തെങ്കിലും ഒരു എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ കേസ് പൊളിഞ്ഞു പോകും. കാരണം നമ്മുടെ നിയമത്തിന് വേണ്ടത് തെളിവുകളാണ്, കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ എന്നെ ശിക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോണിക് മെസ്സേജ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. അങ്ങനെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ WCC ഇവിടെ ചത്തുകുത്തിയിരിക്കുകയാണ്. ഇന്നലെ രേവതി വന്ന് പറയുന്നത് കേട്ടു, ഇനിയാണ് ഞങ്ങളുടെ പണി തുടങ്ങാൻ പോകുന്നതെന്ന്. തുടങ്ങിയതുപോലെ തന്നെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോണ്ടല്ലോ, ടു ബി ഫ്രാങ്ക് ഞാൻ പറയാണ്, ഓക്കാനം വരികയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് സർക്കാർ ഇത്രയും അധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 233 പേജുള്ള റിപ്പോർട്ട് സെൻസർ ചെയ്ത് പുറത്ത് വിട്ടിട്ട് ഇത്രയും വലിയ റിപ്പോർട്ടിൻ്റെ മുകളിൽ 4 കൊല്ലം അടയിരുന്നു സ്ത്രീകൾ ഇത്രയും പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നു. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നു, അതുണ്ടെന്ന് പറയുന്നു, ഇതുണ്ടെന്ന് പറയുന്നു, ചക്കയുണ്ടെന്ന് പറയുന്നു, മാങ്ങ. ഇതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇതൊക്കെ എല്ലാവരും എല്ലാ കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്തൊന്നും വേറെ സ്ഫോടനാത്മകം എന്ന് പറയുന്ന രീതിയിൽ ഒരു സംഭവമില്ല. സ്ഫോടനാത്മകം. പിന്നെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത്, അതാണ് സ്ഫോടനാത്മകം. പവർ ഗ്രൂപ്പ്. ആരാണ് ആ പവർ ഗ്രൂപ്പ്? ഈ പവർ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അപർണ കുറുപ്പ് ന്യൂസ് 18 എന്ന് പറയുന്ന ദിവസം കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും ഈ പവർ ഗ്രൂപ്പ് ആരാണെന്ന്. ആരാണ് ഈ പവർ ഗ്രൂപ്പ്? എനിക്ക് മനസ്സിലാവുന്നില്ല. കോമൺ സെൻസ് എനിക്ക് ഒത്തിരി കൂടുതലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവും ആരാണ് ഈ പവർ ഗ്രൂപ്പ്. 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ആരാണ്? ആരാണെന്ന് അപർണ കുറുപ്പ് ഒന്ന് പുറത്തു വിട്ടാൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിരിക്കുന്ന നടന്മാരാരാണ്? സർക്കാരിന് ഈ റിപ്പോർട്ടിൽ എനിക്ക് വരെ നടത്താമല്ലോ, നടത്താം. രഹസ്യമായിട്ട് നിങ്ങൾ നടത്തിയാൽ മതി. നിങ്ങൾക്ക് പേരൊക്കെ പറയാൻ ഭയങ്കര ഇതല്ലേ. സ്ത്രീപക്ഷ സർക്കാരാണ്. വനിതാ മതിൽ കെട്ടിയിട്ടുണ്ട്, ആ മതിൽ കെട്ടിയിട്ടുണ്ട്. മറ്റേ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായിട്ട് സ്ത്രീകളുടെ ഉന്നമനം ഉന്നതിക്ക് വേണ്ടി ശബരിമലയിൽ കൊണ്ട് കയറ്റിയ ടീമുകളാണ്. അപ്പോൾ അത്രയധികം സ്ത്രീകളെ സ്നേഹിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലൊരു അന്വേഷണം നടത്താത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്മേൽ ഇത്രകാലം അടയിരുന്നത്? സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങളെല്ലാം വെട്ടി വിളയിലെറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ ഫീൽഡിൽ ആരോപണം നേരിട്ട എല്ലാ നടന്മാരും ഉണ്ട്, ഇല്ലേ? ഇഷ്ടം പോലെ നടന്മാരുണ്ട്. ഇന്നലെ അവിടെ പ്രതികരിച്ച സിദ്ദിഖ് ആരോപണം നേരിട്ടിട്ടില്ലേ? ഉണ്ട്. സിദ്ദിഖിനെതിരെ മീറ്റു വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ആളായിട്ടുള്ള കമൽ ആരോപണം നേരിട്ടിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് എന്തായി? ഇനി രണ്ടാമത്തെ കാര്യം, കമൽ കയറി പിടിച്ചു എന്ന് മാത്രമല്ല, ബലാത്സംഗം ചെയ്തു എന്നാണ് ആരോപിച്ച സ്ത്രീ പറയുന്നത്. വിത്ത് തെളിവ് എവിഡൻസ് ആണ് അവർ വന്നത്. എന്നിട്ടും കമൽ ഇതാ ഇറങ്ങി പുറത്ത് കിടപ്പുണ്ട്. ചലച്ചിത്ര സമിതിയുടെ അധ്യക്ഷനാണ്. അങ്ങനെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി കമൽ വിചാരിച്ചു. ഇപ്പം ഇരിക്കുന്ന രഞ്ജിത്ത് ആരോപണം നേരിട്ടിട്ടില്ലേ? ഉണ്ട്. പല ആൾക്കാരും ആരോപണം നേരിട്ടിട്ടുണ്ട്. പിന്നെ അലൻസിയർ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, ആരോപണം നേരിട്ടില്ലേ? അവസാനം അയാൾ മാപ്പ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്.
എത്ര നടന്മാരുണ്ട് അങ്ങനെ ആരോപണം നേരിട്ടിരിക്കുന്ന എത്ര നടന്മാർ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാം. പല നടന്മാരും ആരോപണം നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പം പോലും സർക്കാർ ഇത് വേണ്ട രീതിയിൽ അന്വേഷിക്കാനുള്ള ഒരു ശ്രമമോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ സമൂഹത്തിൽ നടന്നു. ഇത്രയും സംഭവങ്ങൾ സമൂഹത്തിൽ നടന്നപ്പോൾ പോലും സർക്കാർ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അനക്കാതിരുന്ന ഈ സർക്കാരാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു, ഇനി ഇതിൽ അന്വേഷണം നടക്കുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ സർക്കാർ പറയുന്നത്. ഇനി സർക്കാരിന് ഇതിനകത്തുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ പേര് പുറത്തുവിടാൻ കഴിയില്ല. എൻ്റെ വെല്ലുവിളിയാണ്. കഴിയില്ല 100%. കാരണം സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുള്ളതെങ്കിലോ, സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ഉള്ളതെങ്കിലോ, സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാരായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്. ഇപ്പം MLA ആയിട്ടിരിക്കുന്ന, മന്ത്രിയായിട്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. കൈരളി TV-യുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ. ഇതെൻ്റെ സംശയമാണ്. ഞാനിത് സംശയത്തിൻ്റെ രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇത് പുറത്തുവിടാത്തതെന്ന് പറഞ്ഞാലോ. കാരണം സർക്കാരിന് നാളെ ഇവർ ബ്രാൻഡിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്, വലിയ രീതിയിൽ ഇവർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിനാണ് ഇതിന് താല്പര്യം പുറത്തുവിടരുത്. ഈ നായക നടന്മാരുടെ പ്രമുഖരായിട്ടുള്ള സൂപ്പർ താരങ്ങൾ, യുവ സൂപ്പർ താരങ്ങൾ, സൂപ്പർ നിർമ്മാതാക്കൾ, സൂപ്പർ സംവിധായകർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടാഗ് ലൈനിൽ നിർത്തുന്നത്. ഇത് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം വിജയ് ബാബു എന്ന് പറയുന്ന നടൻ ഇത്തരത്തിലൊരു ആരോപണം വന്ന് വിജയ് ബാബു ബെയിലെടുത്ത് വിജയ് ബാബു ഫ്രീ ആയല്ലോ. അതിനുശേഷം ആ വർഷം വിജയ് ബാബുവിൻ്റെ ഹോം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിനിമയിൽ മഞ്ജു പിള്ളയ്ക്ക് അവാർഡില്ല, നമ്മുടെ ഇന്ദ്രൻസിന് അവാർഡില്ല. ആ സിനിമ പരിഗണിച്ചില്ല. കാരണം എന്താണ്? വിജയ് ബാബു ഇത്തരത്തിൽ ഒരു സ്ത്രീ ലംബടനയാണ് എന്ന് സർക്കാരിന് ബോധ്യമായി എന്നുകൊണ്ടാണ്. ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഇതുവരെ സർക്കാർ സ്റ്റേറ്റ് അവാർഡ് ഒന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ദിലീപിൻ്റെ ആ വിഷയത്തിന് ശേഷം, നടി ആക്രമിക്കപ്പെട്ട ആ വിഷയത്തിന് ശേഷം ദിലീപിന് ഒരു കരിയർ നല്ല രീതിയിൽ ഉണ്ടായിട്ടുമില്ല. കരിയർ ഗ്രോത്ത് അല്ല, കരിയർ താഴോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നടന്മാരുടെ ഒരാളുടെയെങ്കിലും പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു സംസ്ഥാന അവാർഡ് കൊടുക്കണമെങ്കിൽ സർക്കാരിന് അത് സാധിക്കില്ലല്ലോ. ഇനി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പാവില്ലേ? അത് ഇരട്ടത്താപ്പാവും കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് സർക്കാരിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഇവരെ പേരൊന്നും പുറത്തു വിടണ്ട എന്നുള്ള സംഭവം. ഇതിൽ അവസാനമായിട്ട് നടക്കാൻ പോകുന്നത് സർക്കാർ ഒരു കമ്മിറ്റിയെ വയ്ക്കും, അല്ലെങ്കിൽ സർക്കാർ ഒരു പരാതി പരിഹാര സെല്ല് വയ്ക്കും. ആ പരാതി പരിഹാര സെല്ലിൻ്റെ തലപ്പത്ത് വല്ല കളക്ടറെയോ അങ്ങനെ സർക്കാരിൻ്റെ കൂടെ ഒരു പിടിയുള്ള ഒരു പരാതി പരിഹാര സെല്ല് വയ്ക്കും. അങ്ങനെ ഒരു സെല്ല് വെച്ച് കഴിഞ്ഞാലും ഈ സിനിമയിൽ സർക്കാരിൻ്റെ അനുകൂലികളുണ്ടല്ലോ, ആ അനുകൂലികൾ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കും എന്നെന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. 100% എഴുതരാം. അങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, സർക്കാരിന് ഇതിൽ പ്രത്യേക താല്പര്യമില്ലെങ്കിൽ, ഇതിനകത്ത് സർക്കാരിൻ്റെ ഇറാൻ മൂലികളായിട്ടുള്ള നടന്മാരില്ലെങ്കിൽ ഇവരെപ്പോഴാണ് പേര് വിട്ടേനെ? ഷൈൻ ടോജാക്കോ ആണെങ്കിൽ പുറത്ത് വിടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം എടുത്ത് വിട്ടാനെ, അവനാണ് ആ സാമൂഹ്യ ദ്രോഹി എന്ന് പറഞ്ഞേനെ. മാധ്യമങ്ങൾക്ക് മുമ്പിൽ എടുത്തിട്ട് കൊടുത്തേനെ. ഷൈൻ നിഗം എടുത്തിട്ട് കൊടുത്തേനെ. ഇനി മൂന്നാമത് ശ്രീനാഥ് ബാസി, പൊതുശല്യമാണ് ഇവൻ എന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊടുത്തേനെ. അപ്പോൾ അതങ്ങനെയല്ല കാര്യങ്ങൾ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് നിങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നതെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലഹരി ഉപയോഗം, എവിടെ ലഹരി ഉപയോഗം നടത്താൻ പാടില്ല? സെറ്റിൽ. മദ്യപാനം പാടില്ല. ഓക്കെ, സ്ത്രീകളോട് മോശമായി പെരുമാറരുത്. പിന്നെ ഒരു പ്രമുഖ നടി വന്ന് പറയുകയാണ് സൈബർ ആക്രമണം. ഞാൻ ഒരു പ്രമുഖ നടൻ്റെ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു, ആ സ്ത്രീയെ സൈബർ ഫാൻസും അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പറയുന്നുണ്ട്, അതായത് ഫാൻസോ നടന്മാരോ സ്ത്രീകളെ സൈബർ ആക്രമണം നടത്തി ശല്യം ചെയ്യാൻ പാടില്ല എന്ന്. എൻ്റെ അറിവിൽ സൈബർ ആക്രമണം നേരിട്ട ഒരു സ്ത്രീ, ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ത്രീ ഉള്ളത് പാർവതി തിരുവോത്താണ്. പാർവതി തിരുവോത്തും മമ്മൂട്ടിയുടെ കസബയ്ക്കെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തിയപ്പോൾ മമ്മൂട്ടി ഫാൻസ് പാർവതി തിരുവോത്തിനെ അച്ചാമ്പൂച്ച നശിപ്പിച്ച് കളഞ്ഞു, സൈബർ ആക്രമണം നടത്തി. അതിനുശേഷം പാർവതി തിരുവോത്തിന് വലിയ രീതിയിലുള്ള ചാൻസ് കുറഞ്ഞു. പിന്നെ മമ്മൂട്ടിയായിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്തൊരു ഫോട്ടോ ഒക്കെ ഇട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണ് പാർവതി തിരുവോത്ത് കൃത്യമായിട്ട് വീണ്ടും ലൈം ലൈറ്റിലോട്ട് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം സിനിമയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പാർവതി തിരുവോത്ത് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. പിന്നെ വേറെ പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ ആഷിഖ് കപൂർ എന്ന് പറയുന്ന സംവിധായകനുണ്ട്. ആ സംവിധായകൻ്റെ ഒരു നോട്ട് ഇന്ന് ഞാൻ മാതൃഭൂമി പത്രത്തിൽ കണ്ടതാണ്. സർക്കാരിനെതിരെ ആഷിഖ് കപൂർ, അതായത് റിപ്പോർട്ട് പുറത്തുവിടാത്ത സർക്കാരിനെതിരെ ആഷിഖ് കപൂറിൻ്റെ രോഷം ഇറമ്പുകയാണ്. അങ്ങനെ ഇറമ്പുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഈ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ആഷിഖ് കപൂറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോയിൻറ്റ് പഠിച്ചുകൊണ്ട് ഇറങ്ങി താഴോട്ട് ഇങ്ങനെ നടന്നു വരിക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഈ ലഹരി ഉപയോഗിക്കരുത് എന്നൊരു സാധനം കൂടെ അതിനകത്തുണ്ടല്ലോ.
എന്നിട്ട് ആഷിഖ് അബു എന്ന് പറയുകയാണ് സർക്കാരിനെതിരെ റിപ്പോർട്ടിൽ ആഷിഖ് അബു വലിയ രീതിയിൽ ഞാൻ അടിച്ചിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ പറയുന്നത് ആഷിഖ് അബുവിൻ്റെ വീട്ടിനകത്ത് നിന്ന് ഞാൻ ജോയിൻ്റ് അടിച്ചു എന്നാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരാളെ നശിപ്പിക്കാൻ ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തുപയോഗിക്കാൻ ഉതകുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ്. മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കും. മാധ്യമങ്ങൾക്ക് ഇത് ദുന്ദുബിനാഥം അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. ഇനി 2-3 മാസം അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കും. ഇതുപോലെ പല ആൾക്കാരും പറയും പവർ ഗ്രൂപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം, ആരാ അതിപ്പോൾ പറയില്ല എന്നുള്ള രീതിയിലുള്ള പല അഭ്യൂഹങ്ങളും വരും. സത്യം പറഞ്ഞാൽ ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്, ഒരു എൻക്വയറി റിപ്പോർട്ടല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, എൻക്വയറി റിപ്പോർട്ടാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് പേര് വന്നിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, സർക്കാരിന് ഒരു അന്വേഷണം നടത്താം. ഇതിൽ സർക്കാരിന് അന്വേഷണം, കാരണം അതിഭീകരമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിനകത്ത് പറയുന്നത്. സ്ത്രീകൾക്കെതിരെ വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏത് നടനാണെന്ന് ആ സ്ത്രീക്ക് അറിയായിരിക്കുമല്ലോ. ആ സ്ത്രീയെ വിളിക്കുക, ഒരു അന്വേഷണം നടത്തുക, കൃത്യമായിട്ട് വിചാരണയിലൂടെ കടന്നു പോവുക. അങ്ങനെ വിചാരണയിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിനുള്ള ചങ്കുറപ്പ് സർക്കാർ കാണിക്കുമോ ഇല്ലയോ എന്നും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, യജ്ഞ ചുരുക്കത്തിൽ പറഞ്ഞ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്നലെ ആ റിപ്പോർട്ട് വായിച്ചപ്പം മൊത്തം ഗ്രാമർ മിസ്റ്റേക്കും അക്ഷര തെറ്റുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ ഹേമ എന്ന് പറയുന്ന ജസ്റ്റിസ് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് എഴുതി വെച്ചു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇന്നത്തെ മാതൃഭൂമി പത്രം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഈ റിപ്പോർട്ടിൻ്റെ ആ ഒരു രഹസ്യാത്മകത ചോരാതിരിക്കാൻ ടൈപ്പിംഗ് അറിയാനിട്ട് പോലും ടൈപ്പിംഗ് പഠിച്ച് ഞാൻ ടൈപ്പ് ചെയ്യുകയായിരുന്നു എന്നാണ് ഹേമ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രഹസ്യാത്മകത പോകല്ലോ, അതുകൊണ്ട് ടൈപ്പിംഗ് അറിയാത്ത ഞങ്ങൾ തന്നെ കുറേ നാളുകളോളം ഇതിൽ നിന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അക്ഷര തെറ്റൊക്കെ വരും, അത് സാരമില്ല എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.